പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ഇന്ത്യയിൽ നിന്ന് കാണ്ഡഹാറിൽ കൊണ്ടുപോയി മോചിപ്പിച്ചതിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് പങ്കുണ്ടെന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്ത്. അജിത് ഡോവലിന്റെ പങ്ക് തെളിവാകുന്ന ചിത്രം ട്വീറ്റ് ചെയ്തതാണ് രാഹുൽ ആരോപണം തൊടുത്തത്. മസൂദ് അസറിനെ കൈമാറുന്ന ദൃശ്യത്തിൽ അജിത് ഡോവലിനെ രാഹുൽ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. 40 ധീര ജവാന്മാരുടെ ജീവൻ കവർന്ന മസൂദിനെ ആരാണ് വിട്ടയച്ചതെന്ന് ജവാന്മാരുടെ കുടുംബത്തോട് മോദി പറയണമെന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ സുരക്ഷാ ഉപദേഷ്ടാവ് അസ്കറിനെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ ഇടപാട് നടത്തിയ ആളാണെന്ന് അതിനൊപ്പം പറയണമെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു. മോദിയോട് ഒറ്റ ചോദ്യം മാത്രം: ആരാണ് പുൽവാമയിൽ CRPF ജവാന്മാരെ കൊന്നത്? ആരാണ് ആ കൊലയാളികളുടെ നേതാവ്? അയാളുടെ പേരാണ് മസൂദ് അസർ. നിങ്ങളുടെ സർക്കാരാണ് അയാളെ മോചിപ്പിച്ച് പാകിസ്ഥാനിലേക്ക് അയച്ചത്. രാഹുൽ ഗാന്ധി തുറന്നടിക്കുന്നു. താങ്കളെപ്പോലെ അല്ല ഞങ്ങൾ, ഭീകരവാദത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല, രാഹുൽ പറഞ്ഞു. മസൂദ് അസർ എന്ന കൊടും ഭീകരനെ തടവിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു 1999 കാണ്ഡഹാർ വിമാന റാഞ്ചൽ. 1999 കാഠ്മണ്ഡുവിൽ ഡൽഹി ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിയെടുത്ത് കാണ്ഡഹാറിലിറക്കിയ പാക് ഭീകരർ 150-ലേറെ യാത്രക്കാരെ ബന്ദികളാക്കി. ഇന്ത്യൻ ജയിലിലുള്ള മസൂദ് അസർ, ഉമർ ഷെയ്ഖ്, മുഷ്താദ് അഹമ്മദ് എന്നിവരെ മോചിപ്പിക്കണമെന്ന ആവശ്യത്തിന് വാജ്പേയി സർക്കാർ വഴങ്ങി. ഭീകരരെ കൈമാറി ബന്ദികളായ യാത്രക്കാരെ മോചിപ്പിച്ചു. മസൂദ് 1999 ഇന്ത്യൻ ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിച്ചത്. ചാവേർ ആക്രമണ രീതി കാശ്മീരിൽ ആദ്യം പ്രയോഗിച്ചത് ജെയ്ഷെ ഭീകരരായിരുന്നു. കാശ്മീരി യുവാക്കളെയും സംഘടനയിൽ ചേർത്തു. 2 ദശകത്തിനിടെ ഇന്ത്യയിൽ 35-ലേറെ ഭീകരാക്രമണങ്ങളാണ് ജെയ്ഷെ നടത്തിയത്. ജമ്മു കാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി എത്തിയ മസൂദ് അസർ ദക്ഷിണ കാശ്മീരിലെ അനന്ത്നാഗറിൽ നിന്ന് 1994 ഫെബ്രുവരിയിലാണ് അറസ്റ്റിലായത്. 5 വർഷം ജമ്മുവിലെ കോട്ബൽവാൽ ജയിലിലായിരുന്നു മസൂദിനെ പാർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.